ഹലോ, കുറച്ച് കരലെടുത്തിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താലോ. അപ്പോൾ ആദ്യം തന്നെ ഇതേ കുറച്ച് കരലെടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക, സബോള അതുപോലെ തന്നെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള 4 കൊത്തും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും കൂടി ചതച്ചത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല അതും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കരളുണ്ടല്ലോ അതിനിട്ട് കൊടുക്കാം കേട്ടോ. അതും നന്നായിട്ട് നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങാനീര്, തക്കാളിയും ചേർത്ത് കൊടുക്കുക. നാരങ്ങാനീര് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ട് എടുക്കാനായിട്ടാണ്. കാരണം ഇത് ആവി കയറ്റുമ്പോൾ അത്യാവശ്യം വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല റോസ്റ്റിൻ്റെ പരുവാണ്. എല്ലാവർക്കും ഇഷ്ടവും, കഴിക്കാത്തവർ വരെ കഴിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്